ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതിനകത്ത് ടോട്ടൽ ബാലൻസ് 9 കാണിക്കുന്നുണ്ട്. മുകളിൽ 99 പൈസ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓർഡർ എടുക്കാണ്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. കേരള കാറ്റഗറി ആണല്ലേ, കേരള ഫോളോവേഴ്സ് ഉള്ളതുണ്ട്. കേരള ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം വ്യൂസ്, പല കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സാണ് കൊടുക്കുന്നത്. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇപ്പം നമുക്ക് ഏത് റീലിലാണോ വ്യൂസ് വേണ്ട അത് കൊടുക്കുക. അക്കൗണ്ടിന് ഫോളോവേഴ്സ് ആയിട്ടാണ് അക്കൗണ്ടിൽ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ റീലിൻ്റെ ലിങ്ക് കൊടുക്കുക. നമുക്ക് എത്ര വേണ്ടയുള്ള ക്വാണ്ടിറ്റിയുടെ ഭാഗത്ത് കൊടുക്കുക. 1000 എത്ര നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 1000 കൊടുക്കുക. ഓരോ കൊടുക്കുന്നതനുസരിച്ച് ചാർജ് കൂടുന്നുണ്ട്. അടിയിൽ ചാർജ് എന്നുള്ള ഓപ്ഷൻ. ഇപ്പോൾ 990 രൂപ ആണ്. നമുക്ക് 1000 വ്യൂസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 99 പൈസ, 1 രൂപ താഴെ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? എല്ലാം ക്ലിയർ ആണല്ലോ. നമ്മൾ നേരെ താഴേക്ക് വരുന്നു, ന്യൂ ഓർഡർ കൊടുക്കുന്നു. ഓർഡർ കൊടുത്ത് നമ്മുടെ ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ. താഴെ എഴുതി കാണിക്കും നമ്മുടെ ID ഓർഡർ ID കാണിക്കും, സർവീസ് നെയിം കാണിക്കും. ഈ പച്ച കാണിക്കുന്നത് നമ്മുടെ ഓർഡറാണ്. നമ്മളിനി ഓർഡർ എടുത്തതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാൻ മുകളിൽ ഉണ്ടോ, ഓർഡേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. നമ്മുടെ ഓർഡറുകൾ കാണും മുകളിലുണ്ട്. താഴെ കണ്ടല്ലേ, സൈഡിലേക്ക് സ്ക്രോൾ ചെയ്താൽ മതി. ഒന്ന് പെൻഡിങ് ആണ്, ഒന്ന് കംപ്ലീറ്റഡ് ആണ്.